പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. മോഹൻലാൽ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ച് നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ പറ്റി പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രീതികളെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പുതുമയില്ലാത്ത കാര്യങ്ങളാണ്. അദ്ദേഹം മനുഷ്യനോട് ഇടപെടുന്ന രീതികൾ, അതൊക്കെ ഒരു പ്രത്യേക രീതിയാണ്. അപ്പം അതെല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അദ്ദേഹം ആൾക്കാരെ ഇടപെടുന്ന രീതിയൊക്കെ എന്ന് പറഞ്ഞാൽ പലരും പറയാറുണ്ട്, ഈ വലിയൊരു മനുഷ്യൻ ഇങ്ങനെ പെരുമാറുന്നത് കാണുമ്പം അവർക്ക് തന്നെ അവരോട് തന്നെ ലജ്ജ തോന്നുന്ന അവസ്ഥയിലേക്ക് പോകാറുമുണ്ട്. നമ്മുടെ മാതൃഭൂമിക്കകത്ത് വന്നേക്കുന്ന ഒരു ലേഖനം അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ട്. രാമാനന്ദാണ് ആ ലേഖനം എഴുതിയിരിക്കുന്നത്. രാമാനന്ദ് ആണ് ലേഖനം എഴുതിയിരിക്കുന്നത്. മോഹൻലാലിൻ്റെ വയറത്തൊട്ട് നിരൂഫെ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ പ്രാണശക്തി കുടികൊള്ളുന്നതായിട്ട് പറയുന്നു. അങ്ങനെയാണ് ലേഖനത്തിൻ്റെ തുടക്കം. അപ്പോൾ നിരൂഫെ ആരാണ്? മോഹൻലാലിനെ നമുക്കറിയാം. നിരൂഫെ ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ലോക നൃത്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ജപ്പാനീസ് നൃത്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്കറിവൊന്നുമില്ലായിരുന്നു. ലോകത്തിലെ തന്നെ അപൂർവമായ നൃത്തരൂപമാണ്, ജപ്പാനിലെ നൃത്തരൂപമാണ് അങ്കോക്കു ഭൂതം. ഈ പേര് തന്നെ എനിക്ക് ഉച്ചാരണത്തിൽ വല്ല തെറ്റുവല്ലോ ഉണ്ടോ എനിക്കറിയില്ല. ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രസിദ്ധനായ നർത്തകനും ഷാമാൻ മാസ്റ്ററും ഒക്കെ ആയ വ്യക്തിയാണ് നോബു ഹീക്കോ നിരൂഫെ. അതാണ് ഞാൻ പറഞ്ഞത്. ഉച്ചാരണം ശരിയാണ്, പക്ഷേ ലോകപ്രസിദ്ധനായ നർത്തകൻ. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ആരും അറിയാതെ തൊടുപുഴയിലെത്തുന്നു. പരിസ്ഥിതി ആത്മീയ ഇടമായ ഋതംപരയിൽ എത്തുന്നു. അവിടെ വെച്ച് ലാലേട്ടനെ കണ്ടുകൊണ്ട് ഒരു അപൂർവമായ കൂടിക്കാഴ്ചയായിട്ടാണ് ഈ ലേഖനത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് ലാലേട്ടന് വേണ്ടി നൃത്തമാടി, പാട്ടുപാടി അപൂർവമായ ഒരു സൗഭാഗ്യമായിരുന്നു അതെന്ന് അദ്ദേഹം ആ ലേഖനത്തിൽ കുറിക്കുന്നുണ്ട്. പഠനവും നൃത്തവും മുഖാമുഖം നിന്നതായിട്ടാണ് അദ്ദേഹം ആ ലേഖനത്തിൽ കുറിക്കുന്നത്. അത്രയ്ക്ക് അപൂർവമായ ഒരു കാഴ്ചയായിട്ട് അദ്ദേഹം അത് വിവരിക്കുന്നുണ്ട്. ഇന്ത്യയെ അദ്ദേഹം ഫൈക്കോ എന്നാണ് പറയുന്നത്. ഫൈക്കോ എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കും ഫൈക്കോ നമ്മുടെ ഫൈക്കോ അല്ല. ജപ്പാനീസ് ഭാഷയിൽ ഫൈക്കോ എന്ന് വെച്ചാൽ മകത്തരം, ഇന്ത്യ മകത്തരമാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ തന്നെ പകലന്തിയോടും ഈ ഉറങ്ങുന്നിടം വരെ അദ്ദേഹം നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന് കാണികൾ വേണമെന്നില്ല. ഒരിക്കൽ ആരോ ചോദിച്ചു, കാണികളുടെ കാര്യം ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞത്രയും പ്രകൃതിയും ഈ ജീവജാലങ്ങളും നമ്മൾ പോലും കാണാത്ത സൂക്ഷ്മ ജീവാണുക്കളും ഒക്കെ എൻ്റെ നൃത്തം കാണാനുണ്ട്, അതാണ് എൻ്റെ കാണികൾ എന്ന് പറഞ്ഞ അപൂർവമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയും കൂടിയാണ് നിരൂഫെ. മോഹൻലാലിനെ നിരൂഫെ കാണണം എന്ന് പറഞ്ഞപ്പോൾ, തൊടുപുഴയെത്തുന്നു നിരൂഫെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ, തൊടുപുഴയിലെ ലൊക്കേഷനിൽ കൊണ്ടുപോയി കാണിക്കാം എന്ന് ഈ വ്യക്തി ഉറപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, വേണ്ട, ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് വന്ന് കണ്ടോളാം എന്ന് പറയുന്ന ലാലേട്ടനെയാണ് കാണാൻ പറ്റിയത്. ലാലേട്ടനും ായ സുചിത്രയും കൂടി നിരൂഫെ കാണാൻ വേണ്ടി ഋതംപരയിൽ ചെല്ലുന്നു. അവിടെ വെച്ച് കണ്ടുമുട്ടുന്നു. രണ്ട് മഹത് വ്യക്തികൾ കണ്ടുമുട്ടുമ്പോൾ ഒരു കാഴ്ച, അത് ലോകത്തരം, മഹത്തരം എന്നാണ് ഈ ലേഖനത്തെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്, ലാലേട്ടനെ കൊണ്ട് കാണിക്കാമെന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ രണ്ട് മഹാപ്രതിഭകൾ കണ്ടുമുട്ടുമ്പോൾ കാണാനുള്ളൊരാഗ്രഹം കൊണ്ടാണ് അതിന് സമ്മതിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അവിടെ വെച്ച് നിരൂഫ ലാലേട്ടനുമായിട്ട് സംസാരിക്കുകയും നൃത്തത്തെ പറ്റിയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. ലാലേട്ടൻ വളരെ നൃത്തരൂപത്തെപ്പറ്റി സംസാരിക്കുന്നു. ഇത് അത്ഭുതത്തോടെ നിരൂഫ കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അത്ഭുതമായിപ്പോയി. വളരെ താല്പര്യത്തോടും വളരെ ജെന്യൂനായിട്ട് സംസാരിക്കുന്ന അദ്ദേഹം മാൻ നൃത്തത്തെപ്പറ്റി പറയുന്നു. ലാലേട്ടൻ മാൻ നൃത്തം ചെയ്ത് കാണിക്കുന്നതാണ് വളരെ. ഞാൻ നാടാകെ എന്ന ചിത്രത്തിൽ മാൻ നൃത്തം ചെയ്തിട്ടുണ്ടെന്നും അത് കാണിക്കുകയും ചെയ്തു എന്നുള്ള, നൃത്തം ചെയ്ത് കാണിച്ചു. അതൊക്കെ നിരൂപം വളരെ അത്ഭുതത്തോടെ കണ്ടു എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത്രയും മോഹൻലാലിനെ
ഫൈക്കോ ഫൈക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആലിംഗനം ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഫൈക്കോ എന്ന് ഉദ്ദേശിക്കുന്നത് മഹത്തരം, സന്തോഷം, ഇതൊക്കെ ഈ അർത്ഥത്തിൽ തന്നെയാണ് ജപ്പാനീസ് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വയറിൽ തൊട്ട് അദ്ദേഹം ആർത്ത് വിളിച്ചു. അതിനുശേഷം മോഹൻലാലും നിരൂഫയും തമ്മിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഫോട്ടോ എടുക്കുമ്പം വലിയ, ഞാൻ പറഞ്ഞില്ലേ, ഒരു വൻമരത്തിന് കീഴെ നിൽക്കുന്ന ഒരു ചെറിയ വൃക്ഷമായിട്ട് നിരൂഫ അതിനകത്ത് തോന്നി എന്നുള്ളതാണ്. ഫോട്ടോ എടുക്കുന്ന സമയത്ത് അദ്ദേഹം ചാടി മോഹൻലാലിൻ്റെ മേത്തോട്ട് ചാടി കയറുന്നതും ആ ഫോട്ടോയിൽ ദൃശ്യമാകുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് സാക്ഷിയാകുന്നത്. അങ്ങനെ ലോകത്തിലെ തന്നെ മഹത്തരം എന്ന് വിശേഷിപ്പിക്കാവുന്ന രണ്ട് പ്രതിഭകൾ കണ്ടുമുട്ടിയപ്പം അവിടെയൊക്കെ ഉണ്ടായ പോസിറ്റീവ് എനർജിയെ പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. നിരൂഫയെ പറ്റിയും വളരെയധികം നമുക്ക് സംസാരിക്കാനുണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് നൃത്തത്തിന് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചു. കാരണം 24 മണിക്കൂർ അദ്ദേഹം നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് മാത്രമേ നൃത്തവുമായിട്ട് ബന്ധപ്പെട്ടില്ലാതെ, അല്ലാത്ത സമയത്തെല്ലാം അദ്ദേഹം നൃത്തം ചെയ്തുകൊണ്ടിരിക്കുക. കാണികളില്ല, ഒന്നുമില്ല. അദ്ദേഹം എപ്പോഴും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, നൃത്തത്തെ ഇത്രമേൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി. നടനം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മോഹൻലാലാണെന്ന് തോന്നിപ്പോകുമാറ് ഉള്ള അഭിനയ സിദ്ധിയുള്ള ഒരു നടനും തമ്മിൽ കണ്ടുമുട്ടുമ്പോഴുള്ള അപൂർവമായ ചിത്രങ്ങളുമൊക്കെ പങ്കുവെക്കുന്നുണ്ട്. ആ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്ന സുമിൻ എഫ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. നമുക്കിത് കണ്ടപ്പം ലാലേട്ടൻ്റെ സിനിമയെ പറ്റിയൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കേട്ട് കഴിയുമ്പം നമുക്കുണ്ടായ സന്തോഷവും ചെറുതല്ല. അത് നിങ്ങളുമായിട്ട് പങ്കുവച്ചു എന്നേ ഉള്ളൂ. അപ്പം മറ്റുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. ഒക്കെ ബൈ.